ഹായ് ഹലോ. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് വെച്ചിട്ടേ ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല തെളിഞ്ഞൊക്കെ നിൽക്കുകയാണ്. വലിയ തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആദ്യക്കുട്ടനാണ് എണീറ്റ് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് വിഭവം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയും കുറുമക്കറിയും വെക്കാമെന്ന് വിചാരിച്ചതേ. അതാകുമ്പോഴേ നമ്മുടെ ആദ്യക്കുട്ടനും അങ്ങ് കഴിച്ചോളൂ കേട്ടോ. കുറുമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വഴി അറിയത്തില്ല. കുറുമക്കറി ഉണ്ടെങ്കിൽ പിന്നെ പലഹാരങ്ങൾ എന്തായാലും ആൾ കഴിച്ചോളും. അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ. വേറെ ഒന്നും തന്നെ അങ്ങനെ കൂട്ടോ ഒന്നുമില്ല കേട്ടോ. ചിക്കൻ ഉണ്ടെന്ന് വെച്ചാലും അവനത് അത്രയും ഇഷ്ടമല്ല. അങ്ങനെ ഇതാ കുറുമക്കറിക്ക് വേണ്ടിയിട്ട് കിഴങ്ങും സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. വേറെ അങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരുന്നു, പക്ഷേ നമുക്കിടയിൽ ഇന്ന് വേറെ പച്ചക്കറികളൊന്നും ഇരിപ്പില്ല കേട്ടോ. എല്ലാം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ കിഴങ്ങ് സബോളയും ഇത്തിരി പച്ചമുളകും കൂടെ ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ടേ അതൊന്ന് വേകാനായിട്ട് വെച്ചു. ഇത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇത്തിരി ചപ്പാത്തിക്കുള്ള മാവും കൂടെ കുഴച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ ആശീർവാദിൻ്റെ ആട്ടാപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്, നമ്മുടെ കടയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി ഉപ്പും ഒരു പൊടിക്ക് എണ്ണയൊക്കെ ചേർത്താൽ നല്ലതാണ്. ഞാനിവിടെ എണ്ണ അങ്ങനെ ചേർക്കുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ എണ്ണ ഒഴിച്ച് ഇത്തിരിയുടെയൊക്കെ മയമൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേൾക്കാം. എന്തായാലും ഞാൻ അതൊന്നും ചേർത്തില്ല. ഉപ്പ് മാത്രം ഒഴിച്ചിട്ട് ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ളത് ഇത്തിരി പ്രയാസമുള്ള ഒരു പണി തന്നെയാണല്ലേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചപ്പാത്തി കയ്യിലൊക്കെ ആദ്യം ഇങ്ങനെ കുഴഞ്ഞു പിടിച്ചൊക്കെ ഇരിക്കത്തില്ലേ, അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ആകുമ്പോഴത്തേക്കിനും അത് ഓക്കെ ആയിക്കോളും. അത് കുഴഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാം സെറ്റാവുമേ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ് കേട്ടോ. കാരണം ഒരുപാട് പേരൊക്കെ ഉള്ളിടത്ത് ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ച് അത് പരത്തിയെടുത്ത് ചുട്ടെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് സമയം പോകുന്ന പരിപാടി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെയൊക്കെയുള്ള അവധി ദിവസങ്ങളിൽ മാത്രമൊക്കെയാണ് കേട്ടോ കൂടുതലും നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അങ്ങനെ റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് മെസ്സേജിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡും പിന്നെ 2 മക്കളും അമ്മയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ചപ്പാത്തി മാവിട്ട് കുഴച്ച് എൻ്റെ ഏകദേശം ആരോഗ്യമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ എനർജി ഫുള്ളായിട്ട് പോകുന്ന പരിപാടിയാണ്. കാരണം അതേപോലെ മല്ല് പിടിച്ചിട്ട് കുഴക്കേണ്ടി വരുമല്ലോ നമ്മുടെ കൈയുടെ ഈ കുഴയ്ക്കുന്ന അനുസരിച്ചിട്ടിരിക്കും ചപ്പാത്തിയുടെ മയമൊക്കെ കിട്ടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി മാക്സിമം കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഉരുണ്ട് നമ്മൾ കയ്യിലും പിന്നെ ചപ്പാത്തിയുടെ പലകയിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി കൊടുത്താലും മതിയെന്നാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും ഒരു പാകത്തിനാക്കി ഒന്ന് മൂടി വെച്ചു കേട്ടോ. ഒരു 10-20 മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമുക്കിതാ കറിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ പിന്നെ അതിനും കൂടെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. ഇത്തിരി തേങ്ങയും പിന്നെ ഒരു 3-4 കശുവണ്ടിയും ഇത്തിരി പെരിഞ്ചീരകവും മാത്രമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അത് വെച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മൾ അമ്മിക്കല്ലിലാണ് കേട്ടോ അരയ്ക്കുന്നത്. മിക്സി ഒന്ന് പണി പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അരകല്ലിലേക്ക് കൊണ്ടുപോയി നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ കറിക്കകത്തേക്ക് ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് കടുകും കൂടെ താളിച്ചൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മുടെ ഏകദേശ പണിയൊക്കെ തീരും കേട്ടോ. രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ ഇനിയിപ്പം ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അതങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടേ ചുട്ടെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ കറി ആയത് തന്നെ ഒരു സമാധാനമായിട്ടുണ്ട്. അങ്ങനെ കടുകും കൂടെ ഒക്കെ പൊട്ടിച്ചൊഴിച്ച് ആ കറി അങ്ങ് സെറ്റാക്കി വാങ്ങി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പരത്തിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങ് ചുട്ടും കൂടി എടുത്തു കേട്ടോ. ചുട്ടെടുക്കുന്നത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ മടുക്കും. ഒരു ഏറെ ഉണ്ടെങ്കിലേ ചുട്ടെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും അതും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ട് നേരെ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നാട്ടോ നമ്മൾ കഴിക്കാറ്. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടേ നേരെ ഇന്നത്തെ ഉച്ചക്കത്തേക്കിനുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണമല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് മുരിങ്ങയില നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുരിങ്ങയില വെച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താൽ കേട്ടോ. മുരിങ്ങയിലയൊക്കെ ചെറുതായിട്ട് വേണം അടർത്തിയെടുക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പച്ച നിറത്തിലുള്ള പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണില്ല. അപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് നോക്കി പറക്കി എടുത്ത് ഓരോ ഇതളുകളായിട്ടും ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റിയാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ അടർത്തിയെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയുടെ കൂടെ ഇത്തിരി കാന്താരിമുളകൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ അരപ്പൊന്ന് ഒതുക്കിയെടുക്കുക.
കാന്താരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളകിന് അത്രയും ഒരു രുചിയുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന കുഞ്ഞ് കാന്താരിയിൽ അതിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഉരുണ്ട വലിയതൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ നാടൻ കാന്താരി മുളകിനാട്ടോ നല്ല ടേസ്റ്റും എരിവും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ അതെല്ലാം പറിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് അരപ്പും കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ട് വന്നാൽ കേട്ടോ. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങ് ചേർത്താൽ മാത്രം മതി. അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ. ആ പച്ചമുളക് ഒന്ന് മാറിക്കോട്ടെ. അതിനുശേഷം എന്താ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഇങ്ങനെ ഇളക്കുമ്പോൾ ഒക്കെ കട്ട പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. അത് ഇളക്കി ഇളക്കി ആകുമ്പോഴേക്കും റെഡി ആയിക്കോളും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇളക്കി ഒരു വിധത്തിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ മുരിങ്ങയിലേക്കകത്തേക്ക് ഇത്തിരി ഒരു മുട്ടയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ആദ്യക്കൂട്ടിനാണെങ്കിൽ അറിയില്ല, അങ്ങ് മുട്ടയാണെങ്കിൽ കൂട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടുമെങ്കിൽ മുട്ട ചേർത്ത് കൊടുത്താലേ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മുട്ടയും കൂടെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചുവട്ടിൽ അങ്ങനെ ഒന്നും പിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ആ മുട്ടയും ചീരയും തേങ്ങാപ്പീരി എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പൊടിഞ്ഞുള്ള പാകത്തിനായിക്കോളൂ കേട്ടോ. ഈ കുഴഞ്ഞുള്ള രൂപമൊക്കെ മാറി നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലേക്കൊക്കെ ചീരത്തോരൻ എത്തും കേട്ടോ. ചീരയല്ല, മുരിങ്ങയില തോരൻ എത്തും കേട്ടോ. മുരിങ്ങയില മുട്ടത്തോരൻ എത്തുവേ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ടേ നേരെ പോയി ഒന്ന് കുളിച്ചിട്ടും കൂടെ വന്നേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചന്നം പിന്നെ ചാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ മുറ്റത്തൊക്കെ അപ്പടി ചെളിയായി അങ്ങോട്ട് ഇറങ്ങാനേ ഒരു പ്രയാസമായിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്തിരി നല്ലതായതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.